മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന പാക്കിംഗ് ഒക്കെ തുടങ്ങണം. അപ്പോൾ ആ സമയത്ത് എല്ലാ സാധനങ്ങളും അലമാരിയിൽ നിന്ന് മാറ്റുമ്പോൾ മമ്മിയുടെ ഫോട്ടോ കാണുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് മമ്മിയോട് ഇങ്ങനെ ചോദിക്കുന്നു, മമ്മി ഞാൻ ചെയ്തത് തെറ്റായല്ലേ? ഞാൻ ഇവരൊന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ? എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഈ കുടുംബം തകർന്നില്ലേ? ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ ഇവിടെ നിന്ന് പോകുന്നതല്ലേ മമ്മി നല്ലത് എന്നൊക്കെ ചോദിച്ച അലീന പൊട്ടിക്കറിയുന്നുണ്ട്. ഇല്ല മോളെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ നിൻ്റെ രക്ഷിതാക്കളെ, അതായത് നിൻ്റെ അമ്മയെ കാണാൻ വന്നതാണ്, കൂടപ്പിറപ്പുകളെയും. പക്ഷെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ല മമ്മി, എൻ്റെ ബുദ്ധിമോശം കൊണ്ടല്ലേ അച്ഛനത് അറിഞ്ഞത് എന്ന് പറയും. എന്നാലും കുഴപ്പമില്ല മോളെ, ഒരു തെറ്റ് ഒരാൾക്ക് ഈ ജീവിതകാലം മുഴുവനും മൂടി വയ്ക്കാൻ കഴിയില്ല. അതെങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് വരുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടുന്ന് പോകാമല്ലേ മമ്മി എന്ന് പറഞ്ഞപ്പോൾ പോകണം, നീ തീർച്ചയായിട്ടും ഇവിടുന്ന് പോകേണ്ടവൾ തന്നെയാണ്. നീ ഒരു വീട്ടിൽ തളച്ചിടേണ്ടവളല്ല. ഇവിടെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നീ ചെയ്തിട്ടുണ്ട്. ഇനി നിനക്ക് മറ്റൊരു വീട്ടിലായിരിക്കും ചെയ്യേണ്ടത്. നിന്നെക്കൊണ്ട് പല കാര്യങ്ങളുണ്ടാവും. പലരുടെയും ജീവിതത്തിൽ ഇനിയും വെളിച്ചം കാണാനുണ്ട് നിന്നെക്കൊണ്ട്. അതുകൊണ്ട് നീ പോയേ പറ്റൂ എന്ന് പറയുന്നു. അങ്ങനെ അലീന വീണ്ടും പാക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നിറച്ച് സാധനങ്ങൾ. എന്താടി എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ എന്ന് ചോദിക്കും. അതെന്നേ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛാ എന്നെ നടക്കളയിലൊന്നും കയറ്റിയില്ല, എന്നെ അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു എന്ന് പറയും. ആണോടി മക്കളെ എന്ന് ചോദിക്കും. അതെ അച്ഛാ, ഞങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറയും. എന്നാൽ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമെന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്നു. ബബിത ഇരുന്നിട്ടില്ല, കൃഷ്ണമോളും ഇരുന്നിട്ടില്ല. അലീനനെ പിടിച്ചിരുത്തിയവർ. അപ്പോൾ അലീന പറയും, ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്നെന്ന് എൻ്റെ ഭക്ഷണം അടുക്കളയിലായിരുന്നു, അതും കരഞ്ഞുകൊണ്ട് എന്ന് പറയും. അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരി ചേച്ചി കുഞ്ഞുമോള് ചേച്ചീനെ എന്നെ ഒന്ന് സമാധാനിപ്പിച്ചു എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്, ഒരിക്കലും വിഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഭക്ഷണം ഇറങ്ങണില്ല. അനാഥയായ ഞാൻ, എന്നിട്ട് പിന്നെ എന്നെ ഊണുമേശയിൽ ആദ്യമായിട്ട് പിടിച്ചിരുത്തിയതും ഭക്ഷണം തന്നതും അച്ഛനാണ്, എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല എന്ന് അലീന പറഞ്ഞപ്പോൾ മതി പറഞ്ഞത്, ഇതൊക്കെ ഞങ്ങൾ കുറേ കേട്ടതാണ് എന്നും പറഞ്ഞ് ദേഷ്യം അഭിനയിച്ച് ബബിത അലീനോട് ചൂടാവും. ഇല്ല, ഞാനിനി ഒന്നും പറയില്ല, നീയും കൂടി ഇരിക്കാൻ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. എന്നിട്ട് പിന്നെ അലീന മുറിയിലേക്ക് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സാരിയും ആഭരണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട് സാരി ഉടുക്കണമെന്നും ആഭരണങ്ങൾ അണിയണമെന്നും. അപ്പോൾ എന്താ ഡ്രസ്സൊന്നും ഇടാണ്ട് നിൽക്കണേന്ന് വെച്ചപ്പോൾ സാരി ഉടുക്കണം എന്ന് അച്ഛൻ പറഞ്ഞേക്കണേ. സാരി ഉടുക്കാനായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സാരില്ല, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കും, നിനക്കറിയാം കൃഷ്ണമോളെ? ആ എനിക്കറിയാമെന്ന് പറയും. അങ്ങനെ ബബിതയും കൃഷ്ണമോളും കൂടെ അലീനനെ സാരി ഉടുപ്പിക്കുന്നു. ചേച്ചിക്ക് ഇവിടുന്ന് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ എല്ലാം അറിയുന്ന ആളല്ലേ നീ ഇങ്ങനെ പറയല്ലേ എന്ന് പറയും. അങ്ങനെ ആഭരണങ്ങളൊക്കെ ഇടിച്ച് കമ്മലും നല്ല ഭംഗിയിൽ സാരിയൊക്കെ ഉടുപ്പിച്ച് മാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അലീന കണ്ണാടയിൽ നോക്കി. പെട്ടെന്ന് അലീന കരഞ്ഞു. നശിപ്പിച്ചു എന്നും പറഞ്ഞ് ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാണ്ട് ദേഷ്യം അഭിനയിച്ചു ബബിത ഇട്ടേച്ചും പോകും. അത് കഴിയുമ്പോൾ കൃഷ്ണമോള് അലീനനെ നോക്കി പൊട്ടി കരയും. രണ്ടുപേരും കൂടെ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നൊരു ഭാഗമാണ്. അതിനുശേഷം പിന്നീട് ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിക്കും. ഞാൻ ഇന്ന് ഓഫീസിലേക്ക് ജ്വല്ലറിയിലേക്ക് വരില്ല, നീ മാനേജ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ അതെന്താ ബാലേട്ടാന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അലീനനെ കൊണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ, ഇന്നാണല്ലേ കൊണ്ടാക്കണത്, അപ്പം ഞാനും പോരായിരുന്നു ബാലേട്ടാ, തിരിച്ചു വരുമ്പോൾ ബാലേട്ടൻ ഒറ്റയ്ക്കാവില്ലെന്ന് പറഞ്ഞപ്പോൾ, സാരില്ലടോ, ഞാൻ ഇന്ന് എന്തായാലും വണ്ടി ഓടിച്ച് ഇവിടേക്ക് വരുന്നില്ല, എവിടെയെങ്കിലും തങ്ങും. അതെന്താന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് എൻ്റെ ജീവൻ ശരിക്കും പകുതി പോകുന്ന ഒരു ദിവസമാണ്. ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ടല്ല ഞാൻ അവളെ മറ്റൊരാൾക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഊന്നുവടിയും ബലവും ധൈര്യവും ഒക്കെ അവളായിരുന്നു. അത് പോകുകയല്ലേടോ എന്ന് പറയും. അവൾ പോയിട്ട് വേണം എനിക്ക് കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മകൾ വൈജയന്തിയെ മര്യാദ പഠിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ ചേട്ടൻ പോയി കഴിയുമ്പോൾ പിള്ളേർ ഒറ്റയ്ക്കാവില്ലേ എന്ന് പറയും. അത് പലീന പോണ സമയം മണത്തറിഞ്ഞ് എങ്ങനെയെങ്കിലും വൈജയന്തി ഇവിടെ എത്തും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി ബാലേട്ടൻ പോയിട്ട് പോയോ, എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ എന്ന് ബാലചന്ദ്രൻ പറയും. ഒരാവശ്യമില്ല ബാലേട്ടൻ, ധൈര്യപ്പെട്ട് പോയിട്ട് വാന്ന് പറയും. അതിനുശേഷം താഴെ ഇറങ്ങി വരും. അപ്പോൾ രോഹിത്തിനോട് പറയും, ഞാനിന്ന് വരില്ല, ഇന്ന് വേറെ എവിടെയെങ്കിലും തങ്ങും, അപ്പോൾ അതുകൊണ്ട് നീ ഇവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, വീടും കാര്യങ്ങളൊക്കെ എന്ന് പറയും. ശരി അച്ഛാന്ന് പറയും. ശേഷം അലീനനെ കാണിക്കുന്നത് ബാഗൊക്കെ ആയിട്ട് വരുന്ന, സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട്, ഇങ്ങനെ തന്നെ നിന്നെ പറഞ്ഞയക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് മോളെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ നിറ കണ്ണുകളോടെ അങ്ങനെ പറയും. പക്ഷെ സാഹചര്യവും സന്ദർഭവും മാറി എന്ന് മാത്രം. അതായത് വിവാഹം കഴിച്ചയക്കണം എന്നാണ് ബാലചന്ദ്രൻ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അത് നടന്നില്ലല്ലോ, ആ ഒരു സങ്കടം. അതിനുശേഷം ബബിതനോട് യാത്ര പറയാൻ പോകുമ്പോൾ, എന്നോട് ആരും യാത്ര പറയണ്ടെന്ന് പറഞ്ഞ് ബബിത കിച്ചണിലേക്ക് ഓടും. അവിടെ ചെന്ന് നിന്ന് പൊട്ടിക്കരയും. പിന്നെ കാണിക്കുന്നത് പ്രമഭാഗമാണ്. അലീന കൃഷ്ണമോളെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുന്നതും രോഹിത്തിൻ്റെ കവിളിൽ തലോടുന്നതും അങ്ങനെ ഒരു ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. അങ്ങനെ സങ്കടമാണ് എല്ലാവർക്കും. കൃഷ്ണ രോഹിത്തിൻ്റെ തോളിൽ തല ചായ്ച്ച് കിടക്കുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞിട്ട്
ബാലചന്ദ്രൻ സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും ബാലചന്ദ്രൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നിട്ട് കാറിൽ കയറും. എന്നിട്ട് അലീന പറയും, അച്ഛാ അമ്മനെ മാത്രം കാണാൻ ആഗ്രഹിച്ച് വന്ന് എനിക്കിപ്പോൾ എന്തൊക്കെ കിട്ടി, അച്ഛനെയും കൂടപ്പിറപ്പുകളും എല്ലാവരെയും കിട്ടിയില്ലേ, ഞാൻ അത്രയും ഭാഗ്യം ചെയ്തവളാണെന്നൊക്കെ ചോദിക്കും. അച്ഛൻ ഓരോരുത്തരോടും തൻ്റെ മകളാണെന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന സന്തോഷം എത്രയെന്ന് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ കരയിന് ശരിക്കും അലീനയുടെ മുന്നിൽ എല്ലാ അപമാനം എല്ലാ ഒരു ഒരു പെണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയൂല, അതേമാതിരി ബാലചന്ദ്രൻ കരയിന്. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടും അലീനയുടെ വാശി ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബാലചന്ദ്രൻ അലീനനെ കൊണ്ടാക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കാറിലിരുന്ന് അലീന ഓരോന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ബാലചന്ദ്രൻ എല്ലാം സങ്കടത്തോടെ കേട്ട് നിൽക്കുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഇതിനിടയിൽ കൊല്ലപ്പള്ളിയിൽ നിന്നും മനു വിളിക്കുന്നുണ്ട്. മനു അലീനനെ വിളിച്ചിട്ട് മനുവിനൊരു പ്രതീക്ഷ, അവസാന നിമിഷമെങ്കിലും തീരുമാനം മാറ്റിയോ എന്നറിയാനുള്ളൊരു സന്തോഷത്തോടെ വിളിക്കുന്നതാണ്. അപ്പോൾ ഇല്ല പോവാൻ റെഡിയാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ മനുവിന് വീണ്ടും വിഷമാവും. മനുവേട്ടൻ മാത്രമായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കരുത്, എല്ലാ അവസ്ഥകളും അറിയണതല്ലേ, അച്ഛൻ പോണ്ടാന്ന് പറയും, മറ്റെല്ലാവരും പോണ്ടാന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനുവേട്ടൻ അറിയാലോ. മനുവേട്ടന് ശരിക്കും എനിക്ക് ബലം തന്ന് ഇവിടെ നിന്ന് എന്നെ പറഞ്ഞയക്കേണ്ടത്, ഞങ്ങളെ കൂടെ പോരായിരുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോരുന്നത് അങ്ങളിന് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട്. അതെങ്ങനെ മനസ്സിലായി, അച്ഛൻ അങ്ങനെ പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടല്ല, എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും നീ സന്തോഷത്തോടെ പോയിട്ട് വായോ, നിന്നെ ഞാൻ അവിടെ വന്ന് കണ്ടോളാന്ന് പറയും. ആ ശരി മനുവേട്ടാ എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് അലീന ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗവും നമ്മുടെ ബാലചന്ദ്രനും അലീനയും കൂടി സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു ഭാഗമാണ്. നാളെയാണ് അലീനനോട് അച്ഛൻ ആരെന്നുള്ള തുറന്ന് പറയുന്നൊരു ഭാഗമൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.